ഇപ്പോൾ ഈ അഹമ്മദിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എപ്പോഴാകും അദ്ദേഹത്തിന്റെ മൃതദേഹം എയിംസ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരിക? ബന്ധുക്കളൊക്കെ ഇപ്പോൾ എവിടെയാണ്? അജിംഷാദ് എയിംസ് ആശുപത്രിയിൽ എംബാമിനായി എത്തിച്ചിരുന്ന മൃതദേഹത്തിന്റെ എംബാം ചെയ്തിരിക്കുന്നു. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയായ തീൻമൂർത്തി മാർഗിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ചില മതപരമായ ചടങ്ങുകൾ നടക്കുകയാണ്. മൃതദേഹം കഴുകുന്നു, അതിനുശേഷമുള്ള മതപരമായ ചടങ്ങുകൾ നടക്കുന്നു. തുടർന്ന് 9 മണിയോടുകൂടി പൊതുദർശനത്തിന് വയ്ക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. 9 മണിക്ക് 9:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. AICC അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രമുഖരും ഇവിടെ എത്തും. ഏകദേശം കഴിഞ്ഞ UPA സർക്കാരിൻ്റെയൊക്കെ കാലത്ത് 10 വർഷത്തോളം തുടർച്ചയായി വിവിധ കേന്ദ്ര വകുപ്പുകളിൽ മന്ത്രിയായിരുന്ന ആളാണ് അഹമ്മദ്. വിപുലമായൊരു സൗഹൃദ ബന്ധം അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി പാർലമെന്റിലൊക്കെ ഒരു വക്താവായി നിന്നൊരാളാണ് അഹമ്മദ്. ആ തരത്തിലുള്ളൊരു സൗഹൃദ ബലവും അദ്ദേഹത്തിനുണ്ട്. വിദേശകാര്യ മന്ത്രിമാർ, വിദേശകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ പലപ്പോഴും ഉപദേശ സഹായങ്ങൾ പോലും ചോദിച്ചിരുന്നത് അഹമ്മദിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇവിടെ എത്തും. സുഷമ സ്വരാജിനെയും ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. UAE അടക്കമുള്ള ഗൾഫ് നാടുകളുമായുള്ള ഇന്ത്യയുടെ ബന്ധം സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധ വച്ചിരുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം എന്ന രീതിയിൽ പോലും പറയുന്നത്. അത് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള വലിയൊരു നിര തന്നെ എത്തും. പിന്നെ ഇപ്പോൾ പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ MPമാരും ഡൽഹിയിലുണ്ട്. അവർക്കും അദ്ദേഹത്തെ വസതിയിലെത്തി അന്തിമമായി കാണാനെത്തും, അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ ഇപ്പോൾ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിട്ടുണ്ട്. മതപരമായ ചടങ്ങുകൾ നടക്കുകയാണ്. അജിംഷാ, തീർച്ചയായും ഇനി ഇപ്പോൾ മതപരമായ ശുദ്ധീകരണം അടക്കമുള്ള മതപരമായ ചടങ്ങുകളാണ് നടക്കുന്നതിന് ശേഷം 9 മണിയോടുകൂടിയായിരിക്കും പൊതുദർശനത്തിന് വെക്കുക. ആദ്യമായി പൊതുദർശനത്തിന് വെക്കുന്നത് എവിടെയാകും? തീൻമൂർത്തി മാർഗിൽ അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വസതി 9ാം നമ്പർ വസതിയിൽ തന്നെയാണ് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. ഇവിടെ എല്ലാവർക്കും എത്തി കാണാൻ കഴിയും. സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഡൽഹി പോലീസിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സുരക്ഷ ഈ ഭാഗത്ത് ഒരുക്കുന്നു. മാധ്യമപ്രവർത്തകർക്കായി പ്രത്യേക സ്ഥലം അനുവദിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി, മറ്റ് മന്ത്രിമാർ എത്തും, അവർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുണ്ട് അവർക്കെത്തി മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ അന്തിമോപചാരം നടത്തിച്ച് മടങ്ങാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഉള്ള ചടങ്ങുകൾ എന്തൊക്കെയാകും? എപ്പോഴേക്കാകും കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക? അതേ സംബന്ധിച്ചൊക്കെ പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതൃത്വവും വിവരങ്ങൾ വല്ലതും അറിയിച്ചിട്ടുണ്ടോ സന്തോഷ്? മുസ്ലിം ലീഗിൻ്റെ PK കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇപ്പോൾ ഇവിടെ MP ET മുഹമ്മദ് ബഷീറിൻ്റെ നേതൃത്വത്തിലാണ് ഈ നടപടികളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം അറിയിച്ചത് പ്രകാരം 9 മണി മുതൽ 12 മണി വരെ പൊതുദർശനം അദ്ദേഹത്തിൻ്റെ വസതിയിൽ. 12 മണിക്ക് ശേഷം പ്രത്യേക വിമാനത്തിൽ കേരളത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. സന്തോഷിലേക്ക് എത്താം. ഇപ്പോൾ നമ്മോടൊപ്പം MB രാജേഷ് MP ചേരുകയാണ്. ശ്രീ രാജേഷ്, അഹമ്മദിനെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അനുസ്മരിക്കാനാവുക? അഹമ്മദ് കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും മുതിർന്ന പാർലമെന്റേറിയനും ദീർഘകാലം മന്ത്രിയുമായി പ്രവർത്തിച്ച ഭരണാധികാരിയുമെല്ലാം. ഞാൻ അഹമ്മദിനെ അടുത്തറിയുന്നതും പരിചയപ്പെടുന്നതും ഒരു തുടക്കക്കാരനായി പാർലമെന്റിൽ എത്തുമ്പോഴാണ്. അന്ന് അഹമ്മദ് 2ാം UPA ഗവൺമെന്റിലെ വിദേശകാര്യ സഹമന്ത്രിയാണ്. അതുപോലെ തന്നെ മാനവ വിഭവശേഷി വകുപ്പിന്റെയും റെയിൽവേയുടെയും സഹമന്ത്രിയായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ആവശ്യങ്ങൾ, മണ്ഡലത്തിലെ ആവശ്യങ്ങൾ ഒക്കെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിരവധി തവണ അദ്ദേഹവുമായിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പൊതുവിൽ കേരളത്തിന്റെ ആവശ്യങ്ങളോട് MPമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോടെല്ലാം വളരെ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് അഹമ്മദ് സ്വീകരിച്ചിരുന്നത്. ദീർഘകാലത്തെ പാർലമെന്ററി പരിചയം അദ്ദേഹത്തെ വളരെ മികച്ച ഒരു പാർലമെന്റേറിയൻ ആക്കി മാറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ പാർലമെന്റേറിയൻ എന്ന നിലയിലുള്ള അനുഭവങ്ങളും കഴിവുകളുമെല്ലാം കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ട, അത് കൂടുതൽ
അത്യാവശ്യമായിട്ടുള്ള സന്ദർഭത്തിലാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം നമ്മെ എല്ലാവരെയും വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെ ശ്രീ രാജേഷ് എം പി, ഈ ഘട്ടത്തിൽ തന്നെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ അനുസ്മരണത്തോടൊപ്പം ഇത് ഇങ്ങനെ ചർച്ച ചെയ്യുക അപൂർവമാണ്. എങ്കിൽ പോലും പൊതുവെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ നേതൃത്വങ്ങൾ ഇതേ സംബന്ധിച്ച് പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ അഹമ്മദിനോട് വലിയ അനാദരവ് കാട്ടിയെന്നത്. ഒരുപക്ഷെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന, ബജറ്റ് സമ്മേളനം നടക്കുമ്പോൾ പാർലമെന്റിനുള്ളിൽ വെച്ച് ഒരു അംഗം കുഴഞ്ഞു വീഴുന്നു. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ച അദ്ദേഹത്തെ ബന്ധുക്കളിൽ നിന്ന് പോലും അകറ്റി നിർത്തുന്നു. ചികിത്സ പ്രോപ്പറായി ലഭിച്ചിട്ടുണ്ടോ എന്ന ആശങ്ക ഉണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ബന്ധുക്കൾ പറയുന്നു അനാദരവ് കാട്ടിയെന്ന് അദ്ദേഹത്തോട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉയർത്തുന്ന ആക്ഷേപം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. പാർലമെന്റിനകത്ത് കുഴഞ്ഞു വീണ് ആശുപത്രിയിലായിട്ടുള്ള ഒരാളെ എം പി എന്നല്ല ആരോ ആവട്ടെ, എം പിയോട് പോലും ഇങ്ങനൊരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി കുടുംബാംഗങ്ങളെ പോലും കാണാൻ അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നതിന് സർക്കാർ തീർച്ചയായിട്ടും വിശദീകരണവും സമാധാനവും നൽകിയേ പറ്റൂ. ഈ രാജ്യത്ത് എന്തും നടക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഇ അഹമ്മദിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രോഗവിവരം അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മറച്ചുവെക്കുകയും ഒടുവിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് നിന്ന് പൊതുവിൽ നിലനിൽക്കുന്ന സർക്കാരിന്റെ തന്നെ വളരെ സംശയാസ്പദമായിട്ടുള്ള രീതികളുടെ ഒരു ഉദാഹരണമായിട്ട് വേണം കാണാൻ. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അതെല്ലാം വളരെ ഗൗരവമുള്ള ആക്ഷേപം തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഉയർത്തിയിട്ടുള്ളത്. അത് ഈ സർക്കാരിനെതിരായിട്ടുള്ളൊരു കുറ്റപത്രം കൂടിയാണ്. ശ്രീ രാജേഷ് എം പി, താങ്കളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ MA ബേബിയും ഇതേ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇതേ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിലേക്ക് വലിയ മനുഷ്യാവകാശ ധ്വംസനം കൂടിയല്ലേ അന്ത്യനിമിഷത്തിൽ ബന്ധുക്കൾക്ക് അവിടെ ഉണ്ടാകാനാകുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത് എന്നത്? തീർച്ചയായിട്ടും ഇത് ഒരാളോടും സ്വീകരിക്കാൻ പാടില്ലാത്തൊരു സമീപനമാണ്. ഇവിടെ ഒരു ദീർഘകാലം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമെല്ലാം മന്ത്രിയായിരുന്ന, ജനപ്രതിനിധിയായിരുന്ന, ഇപ്പോഴും MP ആയിരിക്കെ പാർലമെന്റിൽ കുഴഞ്ഞു വീണ ഒരാളുടെ അന്ത്യം ഈ തരത്തിലാണ് എങ്കിൽ സർക്കാരിന്റെ രീതി അങ്ങനെ ഒരാളോട് പോലും ഇങ്ങനൊരു സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഈ നാട്ടിൽ ആർക്കാണ് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? എന്താണ് സംഭവിച്ചുകൂടാത്തത്? വളരെ സംശയാസ്പദമാണ് ശ്രീ ഇ അഹമ്മദിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയതിനു ശേഷമുള്ള കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടക്കുക തന്നെ വേണം. സത്യം പുറത്തു വരണം. ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാവണം. എന്താണ് സർക്കാർ മറച്ചുവെക്കാൻ ശ്രമിച്ചത്, അതല്ലെങ്കിൽ എന്താണ് ബന്ധുക്കളെ പോലും അകറ്റി നിർത്താൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തു വന്നേ മതിയാവും. ഏറ്റവും പുതിയ ചില വിവരങ്ങൾ കൂടി ഇതാ എത്തുന്നു, PCR-ൽ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് ശ്രീ രാജേഷ് എം പി, അതായത് ബജറ്റ് സമ്മേളനം മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ധനകാര്യ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. തീരുമാനം സ്പീക്കർക്ക് വിട്ടിട്ടുണ്ട് എന്നതാണ്. അവിടെ പോലും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നില്ല ഈ ഘട്ടത്തിൽ കൂടി. ശ്രീ രാജേഷ്, സാധാരണഗതിയിൽ ഒരു അനിശ്ചിതത്വത്തിന്റെയോ അവ്യക്തതയുടെയോ പ്രശ്നമില്ലാത്തതാണ്. എത്ര അനാദരവോട് കൂടിയിട്ടാണ് ഇ അഹമ്മദിനോട് ഉള്ള അനാദരവിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് സഭയോടാകെ, ജനാധിപത്യത്തോടാകെയുള്ള അനാദരവിന്റെ പ്രശ്നമാണ്. സാധാരണ കീഴ്വഴക്കം വളരെ വ്യക്തമാണ്. സിറ്റിംഗ് അംഗം മരിച്ചാൽ സഭ തൊട്ടടുത്ത ദിവസം അനുശോചനം അർപ്പിച്ച് പിരിയുക എന്നതാണ് കീഴ്വഴക്കം. ഇവിടെ സിറ്റിംഗ് അംഗം സഭയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. എന്നിട്ടും സഭ മാറ്റിവെക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അനുശോചനം അർപ്പിച്ച് പിരിയുന്ന കാര്യത്തിൽ ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള തർക്കമുണ്ടാക്കുകയും അനിശ്ചിതത്വം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ചരിത്രത്തിൽ എല്ലാ കാലത്തും പാർലമെന്ററി ചരിത്രത്തിൽ എപ്പോഴും സ്വീകരിച്ചു വന്നിട്ടുള്ള സമീപനം ഇതാണ്. അതാണ് കീഴ്വഴക്കം. സിറ്റിംഗ് അംഗം മരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അനുശോചനം അർപ്പിച്ച് പിരിയുക. അതിൽ സംശയത്തിന്റെയോ സന്ദേഹത്തിന്റെയോ പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് ജനാധിപത്യത്തോട്, ജനാധിപത്യത്തിലെ കീഴ്വഴക്കങ്ങളോട്, മനുഷ്യ ജീവനോട് ഒന്നും ഒരു വിലയുമില്ല എന്നതാണ്
അത്ര നൃശംസമായിട്ടുള്ളൊരു സർക്കാരാണ് ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത്. തീർച്ചയായും MP രാജേഷ് MP ആണ് അനുസ്മരിച്ചത് ഇ അഹമ്മദിനെ. ഒപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം കൂടുതൽ പ്രസക്തമാണ്. ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്, കീഴ്വഴക്കങ്ങളോടുള്ള അവഹേളനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്, ഗൗരവമായി കാണേണ്ടതാണെന്നും ശ്രീ രാജേഷ് MP നമ്മളോട് പ്രതികരിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കറിലേക്ക് പോകുന്നു. മനു, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് വരുന്നത്? ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതേ സംബന്ധിച്ച് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഉള്ള റോളുകൾ ആരുടേതൊക്കെയാണ്? എന്തൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ? തിരക്കിട്ട ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുമ്പോഴും ഈ ബജറ്റ് അവതരണം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ദില്ലിയിൽ നീങ്ങുന്നില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നമ്മൾ ഈ ധനമന്ത്രാലയത്തിലെ ചില ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവർ നൽകുന്ന വിവരങ്ങൾ തങ്ങൾക്ക് ഈ ബജറ്റ് അവതരണം നാളേക്ക് മാറ്റിവെക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശവും ഇതുവരെ ലഭിച്ചിട്ടില്ല. 1 മിനിറ്റ് മൗനം ആചരിച്ച് അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം ബജറ്റ് അവതരിപ്പിക്കുക എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇതുവരെ 8 മണി വരെ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പകരം ബജറ്റ് നാളേക്ക് മാറ്റിവെക്കുക എന്നൊരു നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ. ഇപ്പോഴും ഈ സ്പീക്കർ കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര മന്ത്രാലയവുമായി സ്പീക്കർ കൂടിയാലോചന നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും സാധ്യത ബജറ്റ് അവതരണത്തിന് ഉണ്ടോ എന്നാണ് സ്പീക്കറോട് തേടിയത്. 2 സാധ്യതകളാണ് മുന്നിലുള്ളത്. ഒന്ന്, ബജറ്റ് ഈ ഫയൽ തന്നെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കുക, അല്ലെങ്കിൽ 2 മണിക്കാണ് MP-യുടെ മൃതദേഹം നാട്ടിലേക്ക് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ദില്ലിയിലെ ചടങ്ങുകളെല്ലാം 2 മണിക്കുള്ളിൽ തന്നെ തീരുന്ന ഒരു സാഹചര്യത്തിൽ 2 മണിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കാൻ സാധ്യത എന്നതാണ് സർക്കാർ സ്പീക്കർ മുമ്പാകെ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനോടൊന്നും പ്രതിപക്ഷ പാർട്ടികൾ സഹകരിച്ചിട്ടില്ല. ഇന്ന് തന്നെ ബജറ്റ് അവതരണം ഉണ്ടായാൽ അതിനോട് സഹകരിക്കില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉറച്ചു നിൽക്കുകയാണ്. പാർലമെന്റ് സെക്രട്ടേറിയറ്റും ലോക്സഭാ സെക്രട്ടേറിയറ്റും ഈ ഒരു നിലപാടാണ് ചൂണ്ടിക്കാട്ടിയത്. നിലവിൽ ഇതുവരെ തുടർന്നു വരുന്ന ഒരു കീഴ്വഴക്ക പ്രകാരം സിറ്റിംഗ് പാർലമെന്റ് പ്രതിനിധി അന്തരിച്ചാൽ സ്വാഭാവികമായും അനുശോചനം രേഖപ്പെടുത്തി സഭ പിരിയുക എന്നതാണ് സ്വാഭാവികമായ ഒരു നടപടിക്രമം. പക്ഷേ ഇത്തരമൊരു നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് സ്പീക്കറാണ്. കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരണത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് സ്പീക്കറോട് തേടിയിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ആരും ഇന്ന് ബജറ്റ് അവതരണം പാടില്ല എന്ന കർക്കശ നിലപാട് തുടരുന്നു. നാളത്തേക്ക് മാറ്റണമെന്ന നിലപാടിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉറച്ചു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്പീക്കർ ഇനി എന്ത് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയേണ്ടത്. ഇതുവരെ ബജറ്റ് മാറ്റണം എന്നത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശവും ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടില്ല. 1 മിനിറ്റ് മൗനം ആചരിച്ച് അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം ബജറ്റ് അവതരിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് 8 മണി വരെ ഈ ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. 9 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സ്പീക്കർ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അജിംഷ. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകി വരുന്നത്. ഇ അഹമ്മദ് അന്തരിച്ചു. അനുശോചന പ്രവാഹമാണ് ഉണ്ടാകുന്നത്. ഒപ്പം ഇ അഹമ്മദിനോട് ആശുപത്രിയിൽ നിന്ന് കാട്ടിയതിൻ്റെ അനാദരവ് സംബന്ധിച്ചുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഒപ്പം ഏറ്റവും പുതിയതായി ബജറ്റ് അവതരണം മാറ്റിവെക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സന്തോഷ് സർലിംഗ് ദില്ലിയിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നിന്നും നമ്മോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് തുടർന്നുള്ള ചടങ്ങുകൾ? ഏതൊക്കെ വ്യക്തികളാണ് അവിടെ എത്തിയത് അദ്ദേഹത്തെ കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ? അജിംഷാദ്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. മതപരമായ ചടങ്ങുകൾ നടക്കുകയാണ്. മരുമക്കൾ അടക്കമുള്ളവർ ഉണ്ട്. അവരുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. മറ്റു പ്രമുഖർ അദ്ദേഹത്തെ കാണാൻ എത്തും. 9:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മൃതശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാർ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം കൊല്ലം MP NK പ്രേമചന്ദ്രനുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, ഇന്നലെ ആശുപത്രിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യം ഇ അഹമ്മദ് എങ്ങനെ അനുസ്മരിക്കും? ഇന്ത്യൻ പാർലമെന്റിലെ മതേതരത്വത്തിന്റെ മുഖമായിരുന്നു ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തിയ അദ്ദേഹം വിശാലമായ മതേതര വീക്ഷണത്തോടു കൂടിയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളെയും ദേശീയ പ്രശ്നങ്ങളെയും നോക്കിക്കണ്ടത്. എന്നാൽ അതേസമയം തന്നെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ അവകാശങ്ങളുടെ സംരക്ഷണത്തിനും അവർക്കെതിരെ ഉയരുന്ന വെല്ലുവിളികളെയും ശക്തമായി പ്രതിരോധിക്കുന്നതിന് ഏറ്റവും പ്രത്യക്ഷമായ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാർലമെന്റ് അംഗം കൂടിയായിരുന്നു, രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബ്.
മാത്രവുമല്ല മാറി മാറി വാജ്പേയി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായാലും നരസിംഹറാവു ഗവൺമെന്റ് കാലഘട്ടത്തിലായാലും മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കാലഘട്ടത്തിലും ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലയളവിൽ ഉൾപ്പെടെ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ പലപ്പോഴും നിയോഗിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ അഹമ്മദ് സാഹിബിനെയാണ്. അതുതന്നെ തെളിയിക്കുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസം ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നല്ല രാഷ്ട്രീയ വ്യക്തിത്വത്തെയാണ്, നേതൃത്വത്തെയാണ് സത്യത്തിൽ രാജ്യത്തിന് ഇന്ത്യൻ പാർലമെന്റ് നഷ്ടമായത്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്നത് ഏറ്റവും മികവുറ്റ, കഴിവുറ്റ, പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലാണ്. സ്ഫുടമായ നിലയിൽ വസ്തുതകൾ പഠിച്ച് ആധികാരികമായ വിഷയങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്നതിൽ അനിതര സാധാരണമായ കഴിവും പ്രാഗൽഭ്യവും പ്രകടിപ്പിച്ചിരുന്ന ഒരു പാർലമെന്റ് അംഗമായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഈ അഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ നിര്യാണം തീർച്ചയായും ഇന്ത്യൻ പാർലമെന്റിനുള്ള ഒരു കനത്ത നഷ്ടമാണ്, പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിനുള്ള ഒരു കനത്ത നഷ്ടമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖം, അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇന്നലെ ആശുപത്രിയിൽ അവസാന നിമിഷം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായത്. വളരെ വേദനാജനകമായ വിഷയം. താങ്കളും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും മരുമക്കൾക്കും പോലും കാണാൻ അവസരം ഉണ്ടായില്ല. താങ്കൾ അടക്കമുള്ള എംപിമാർ ഇടപെട്ടിട്ടാണ് അവസാനം അതിനൊരു അവസരം പോലും ഉണ്ടാക്കിയത്. എന്താണ് അവിടെ സംഭവിച്ചത്? വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണതിന് ശേഷം ആശുപത്രിയിൽ ഉണ്ടായ നാടകീയ രംഗങ്ങൾ. ഞങ്ങൾ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഞങ്ങൾ ആശുപത്രിയിലെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെ സംബന്ധിച്ച് ഏറെക്കുറെയുള്ള ധാരണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളത് പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്തു. എന്നാൽ കേന്ദ്രമന്ത്രി ശ്രീ ജിതേന്ദ്ര സിംഗ് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് നാടകീയമായ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി സ്ഥിതിഗതികൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നത്. സ്വാഭാവികമായും അതിനെ നിരാകരിക്കുക, നിഷേധിക്കുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും അതിനോടൊപ്പം സഹകരിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ബന്ധുക്കളും പാർട്ടി നേതാക്കളും ഞങ്ങളും എല്ലാവരും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു. നിർഭാഗ്യവശാൽ നേരെ കൊറോണറി ഇൻറ്റൻസീവ് യൂണിറ്റിൽ നിന്നും ട്രോമ കെയർ യൂണിറ്റിലേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം വൈകുന്നേരം കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾ, മക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലും അദ്ദേഹത്തെ കാണാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദുരൂഹതയും സംശയവും വർദ്ധിച്ചു. ആ സാഹചര്യത്തിലാണ് ഞങ്ങളെല്ലാവരും കൂടി ഇടപെട്ടതിന് ശേഷമാണ് ഡോക്ടർ കൂടിയായിട്ടുള്ള മകളെപ്പോലും കണ്ണാടിയിൽ കൂടി അദ്ദേഹത്തെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് സോണിയാഗാന്ധിയും അഹമ്മദ് പട്ടേലും രാഹുൽ ഗാന്ധിയും ഒക്കെ വന്നപ്പോഴാണ് വീണ്ടും പ്രശ്നം സങ്കീർണമാകുകയും ഒടുവിൽ അവർ ഡെത്ത് കൺഫേം ചെയ്തുകൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. എന്തായാലും വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. തികഞ്ഞ അനാദരവാണ് കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ പോലെയുള്ള പ്രമുഖമായിട്ടുള്ള ഒരു നേതാവിനോട് കാണിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കേന്ദ്ര സർക്കാർ എന്താണ് ഇങ്ങനെ ഒരു സിറ്റിംഗ് എം പിയാണ്, അദ്ദേഹത്തോട് ഇങ്ങനെ മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്, എന്താണ് ഇങ്ങനെ പെരുമാറാൻ കാരണം താങ്കൾ? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ബഡ്ജറ്റ് അവതരണമാണ്. മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് രാഷ്ട്രപതി അയച്ച സമൻസ് അനുസരിച്ച് ഇന്ന് ബഡ്ജറ്റ് അവതരണമാണ്. ഒരു സഭാംഗം മരണപ്പെട്ട് കഴിഞ്ഞാൽ സഭാ നടപടികൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് മാറ്റിവെക്കേണ്ടതായി വരുമെന്ന ആശങ്ക കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയത്. അത് വളരെ വളരെ നിർഭാഗ്യകരമായി പോയി. ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് കക്ഷി നേതാക്കളുമായി കൂടിയാലോചിച്ച് സഹായം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇത്തരത്തിലൊരു വളഞ്ഞ വഴി ഈ പ്രശ്നത്തെ സങ്കീർണവൽക്കരിക്കാൻ സർക്കാർ ശ്രമിച്ചത് തികച്ചും അന്യായമായി പോയി. വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള നിലപാട് തന്നെയാണ് ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. അജിംഷാദ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം അതിലൊരു പ്രതിഷേധമുണ്ട്. അദ്ദേഹത്തെ പോലൊരു ബഹുമാന്യനായ എം പിയോട് ഇങ്ങനെയല്ല കേന്ദ്ര സർക്കാർ പെരുമാറേണ്ടിയിരുന്നത്. ആ പ്രതിഷേധമാണ് അദ്ദേഹം അറിയിച്ചത്. എന്തായാലും മുസ്ലിം ലീഗ് പോലും ഔദ്യോഗികമായി ഇക്കാര്യം കേന്ദ്ര സർക്കാരിനോട് തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഭംഗിയായി നടത്തുക എന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9:30 ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. പിന്നീട് AICC അധ്യക്ഷ, ഉപാധ്യക്ഷൻ തുടങ്ങിയവരെത്തും. ബാക്കി MPമാർക്കും ഇവിടെ എത്തി സംസ്കാര ചടങ്ങുകൾ നടത്താം. അതിനുശേഷം കേരളത്തിലേക്ക് കൊണ്ടുപോകും. കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ സ്വദേശത്താണ് സംസ്കാര ചടങ്ങുകൾ ബന്ധുക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഇ അഹമ്മദ് അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 2:15 കൂടിയാണ് ഇ അഹമ്മദിൻ്റെ മരണത്തെ സംബന്ധിച്ച് ബന്ധുക്കൾ സ്ഥിരീകരിച്ചത്. ഇന്നലെ പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്ന വേളയിൽ പാർലമെന്റിനുള്ളിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് രാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്.
ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഒപ്പം മക്കൾക്കും മരുമകനും അടക്കമുള്ള അടുത്ത ബന്ധുക്കൾക്ക് അദ്ദേഹത്തെ അന്ത്യനിമിഷത്തിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാനായില്ല എന്ന വലിയ അവകാശ ധ്വംസനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന വലിയ ആക്ഷേപം നിലനിൽക്കുന്നു. ഏറ്റവും പുതിയതായി ബജറ്റ് അവതരണം മാറ്റിവെക്കുമോ ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായി എന്ന കീഴ്വഴക്കം കേന്ദ്ര സർക്കാർ പാലിക്കുമോ എന്നതിലെയും ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതാണ് അഹമ്മദുമായി ബന്ധപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ടും കൂടുതലായി പറയേണ്ടത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ എല്ലാവരും അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരിട്ട അനാദരവ് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രോപ്പറായ അദ്ദേഹത്തിന് ചികിത്സ കിട്ടിയില്ല എന്നതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ഉയർത്തിയ ആശങ്ക, ഇതൊക്കെയും ഉന്നതതല അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും MA ബേബിയും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംശയമുണ്ട് എന്നാണ് KV തോമസും പ്രതികരിച്ചത്. ഇപ്പോൾ നമ്മോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് PM സുരേഷ് ബാബു ചേരുകയാണ്. ശ്രീ PM, മതേതര മുഖമുള്ള ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ, വൈദേശിക പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ കൈയായി ഇടനില നിന്നിരുന്ന, വലിയ ദേശീയ ബോധം വെളിവാക്കിയ ഒരു സമഗ്ര വ്യക്തിയാണ് അഹമ്മദ് എന്നാണ് പൊതുവെ രാഷ്ട്രീയ കേരളം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. PM. പെടുത്താതെ ശ്രീ അഹമ്മദിന് യോജിച്ചതാണ്. അദ്ദേഹം മതേതരത്വത്തിന് നൽകിയ സംഭാവന വളരെ കൂടുതലാണ്. വ്യക്തി ജീവിതത്തിൽ നമുക്ക് നേരിട്ട് പരിചയപ്പെടുകയും നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്കെല്ലാം അനുഭവവേദ്യമാകുന്ന ജീവിത രീതിയും ശൈലിയുമാണ് ശ്രീ അഹമ്മദിൻ്റേതെന്ന് മനസ്സിലാക്കാൻ എന്നെപ്പോലെയുള്ള വലിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും സാധ്യതമായിട്ടുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് മലപ്പുറത്തെത്തി, മലപ്പുറത്തിലൂടെ ദേശീയ തലത്തിലേക്കും അവിടെ നിന്ന് അന്തർദേശീയ തലത്തിലേക്കും ഉയർന്ന അതീവ സാമർഥ്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം രാജ്യങ്ങളുമായി ഇന്ത്യക്കുണ്ടായിരുന്ന ബന്ധം ഊഷ്മളമാക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ലോക്സഭയ്ക്കകത്തും ഗവൺമെൻറ്റിനകത്തും അദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ വളരെ സഹായകരമായിരുന്നു. ഐക്യരാഷ്ട്ര സമിതിയിൽ അദ്ദേഹം ഇന്ത്യയെ 10ഓളം തവണ പ്രതിനിധീകരിച്ച് സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ഈ ലോക രാഷ്ട്ര സമുച്ചയത്തെക്കുറിച്ചുള്ള അവഗാധമായ പരിജ്ഞാനമുള്ള ഒരു പാർലമെന്റ് അംഗം ലോകരാഷ്ട്രത്തിൻ്റെ സമഗ്രമായ വികസന സാമ്പത്തിക രംഗങ്ങളെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അത് ഇന്ത്യയുമായി എങ്ങനെ സമരസപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ അഹമ്മദ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കേരളത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ, കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ, MP-യും MLA-യും ആയിരിക്കുമ്പോൾ, മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുമ്പോൾ, റൂറൽ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാനായി ഗവൺമെൻറ്റിൻ്റെ ഒരു സമിതിയിൽ പ്രവർത്തിക്കുമ്പോൾ പല തലങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ കാണുവാൻ, അദ്ദേഹത്തിനോട് ബന്ധപ്പെടുവാനൊക്കെ അവസരം ലഭിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനായ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഊഷ്മളമായ സ്നേഹമാണ് ലഭ്യമായിട്ടുള്ളത്. ശ്രീ PM, അതായത് UDF 19 സീറ്റിലും തകരുമ്പോഴും ഒരു സീറ്റായി അഹമ്മദാണ് നിലനിർത്തിയിരുന്നത് 2004. ഒപ്പം ഏറ്റവും കൂടുതൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചു. തകരാറുണ്ട്, ഓഡിയോയ്ക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ കേൾക്കാൻ? ശ്രീ PM, പെട്ടെന്ന് ശരിയാകുമായിരിക്കാം. തീർച്ചയായും അതിലേക്ക് നമുക്ക് എത്താം. ചില സാങ്കേതിക തടസ്സം. അഹമ്മദിനെ അങ്ങനെയാണ് PM സുരേഷ് ബാബുവും അനുസ്മരിച്ചത്. വലിയ വ്യക്തിത്വമാണ്, ഊഷ്മളമായ സാന്നിധ്യമാണ് അഹമ്മദ് വ്യക്തിപരമായി പോലും നൽകിയിരുന്നത്. ഒരു വലിയ സുഹൃത്താണ്. കണ്ണൂരിൽ ജനിച്ച് മലപ്പുറത്തെത്തി ദേശീയ തലത്തിലേക്ക് ഉയർന്നു, അന്തർദേശീയ തലത്തിലേക്ക് ആ വ്യക്തിത്വത്തെ സമഗ്രമായി പുഷ്പിക്കാൻ അഹമ്മദിന് ആയി എന്നത് അനുസ്മരിക്കപ്പെടേണ്ടതാണ്. വ്യക്തി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ന്യൂനപക്ഷ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ കാര്യത്തിലായാലും, മതേതര മുഖം നിലനിർത്തുന്നതിൻ്റെ കാര്യത്തിലായാലും, ദേശീയ ബോധം നിലനിർത്തുന്നതിൻ്റെ കാര്യത്തിലായാലും എല്ലാം അഹമ്മദ് എപ്പോഴും മുൻനിരയിൽ തന്നെയായിരുന്നു എന്നുമാണ് PM സുരേഷ് ബാബു അനുസ്മരിച്ചത്.
വലിയ വ്യക്തിയെയും വലിയ സഹപ്രവർത്തകനെയുമാണ് നഷ്ടമായത് എന്നും ശ്രീ PM സുരേഷ് ബാബു. ഇ അഹമ്മദ് അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 2:15 കൂടിയാണ് ഇ അഹമ്മദിൻ്റെ മരണം അല്ലെങ്കിൽ അന്ത്യം സംബന്ധിച്ച് ബന്ധുക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിച്ചത്. ഇന്നലെ ബജറ്റ് സമ്മേളനത്തിൻ്റെ തുടക്കം എന്നോണം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം പാർലമെന്റിൽ പുരോഗമിക്കുന്ന വേളയിലാണ് ഇ അഹമ്മദിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഒടുവിൽ പുലർച്ചെ 2:15 സ്ഥിരീകരിച്ചത്. ആശുപത്രിയിലെത്തിയ ബന്ധുക്കൾക്കും സഹപ്രവർത്തകർക്കും പാർട്ടി പ്രവർത്തകർക്കും ഒന്നും അദ്ദേഹത്തെ കാണാനായില്ല. മരണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടും ഒരുപാട് ആശങ്കകളും അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നു എന്ന രീതിയിലേക്ക് പോലും പ്രതികരണങ്ങളുണ്ടായി. ഉന്നതതല അന്വേഷണവും സമഗ്രമായ അന്വേഷണവും ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കോണുകൾ ഇതിനകം തന്നെ പീപ്പിൾ TVയിലൂടെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസും KPCC അധ്യക്ഷൻ VM സുധീരനും ഒക്കെ ഇതേ സംബന്ധിച്ച് അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇ അഹമ്മദിനോട് കാട്ടിയത് അനാദരവാണെന്ന് പറഞ്ഞു. KV തോമസ് MPയും സംശയമുണ്ട് പല കാര്യങ്ങളെ സംബന്ധിച്ച് എന്നത് പറഞ്ഞു. MA ബേബിയും ഗുരുതരമായ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചത്, ഇതിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് എന്നും പറയുന്നു. തീർച്ചയായും ഏറ്റവും പുതിയതായ ഒരു കാര്യം കൂടി പുറത്തേക്കെത്തുകയാണ്. പാർലമെന്റിന്റെ തുടർന്ന് വരുന്ന കീഴ്വഴക്കത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നത് തന്നെയാണ് ഏറ്റവും പുതിയ സൂചനയായി എത്തുന്നത്. ബജറ്റ് അവതരണം ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്ന് ബജറ്റ് അവതരണം ഉണ്ടാകില്ല എന്ന പ്രചരണത്തെ തള്ളിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടുകൂടി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ബജറ്റ് ഇന്ന് തന്നെ അവതരിപ്പിക്കും എന്നതിലേക്ക് കാര്യങ്ങൾ സുവ്യക്തമാകുന്നു എന്നതാണ് സൂചനകൾ. ഏറ്റവും പുതിയത് PM സുരേഷ് ബാബുവിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ശ്രീ PM സുരേഷ് ബാബു, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അനാദരവുണ്ട് എന്ന് നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വവും കേരളത്തിലെ നേതൃത്വവും ഒക്കെ ഇതിനകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അന്വേഷണം വേണമെന്നും വിവിധ കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഒരു പാർലമെന്റ് അംഗം പാർലമെന്റ് വേദിയിൽ സമ്മേളനം നടക്കവേ കുഴഞ്ഞു വീഴുമ്പോൾ അദ്ദേഹത്തിനോടുള്ള കീഴ്വഴക്കവും ആദരവും എന്നോണം ബജറ്റും അവതരണം മാറ്റിവെക്കുമെന്ന സൂചന ഉണ്ടായത്. പക്ഷെ അതൊക്കെ നിരർത്ഥകമാണ്, അത്തരം കാര്യങ്ങളൊക്കെ അട്ടിമറിക്കുന്നു എന്ന സൂചനയാണ് ഏറ്റവും പുതിയതായി എത്തുന്നത്. ശ്രീ PM സുരേഷ് ബാബു, ഇതിനെ എങ്ങനെ കാണണം? ജനാധിപത്യ മൂല്യങ്ങൾ, മതനിരപേക്ഷ തത്വങ്ങൾ എല്ലാം വെട്ടിനിരത്തുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ശ്രീ മോദി സർക്കാർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ഒരു അത്ഭുതമൊന്നുമില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ ഒരു വിഭാഗത്തെ ജനങ്ങളെ മുഴുവൻ അകറ്റി നിർത്തി അവർ ദേശവിരുദ്ധരും ഭാരതത്തിന് ചേരാത്തവരുമാണെന്ന ധാരണ പരത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുക. ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് കുഴഞ്ഞു വീണ് ആശുപത്രിയിൽ കൊണ്ടുപോയി മരണം സംഭവിച്ച നിലവിലുള്ള ഒരു പാർലമെന്റ് അംഗം കാലാകാലമായി നിലകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ, കീഴ്വഴക്കങ്ങൾ എല്ലാം ലംഘിച്ച് യാതൊരു തരത്തിലുള്ള അത്യാവശ്യവുമില്ലാത്ത, അടിയന്തര സാഹചര്യമില്ലാത്ത ബജറ്റ് അവതരണം ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എല്ലാം ഫെബ്രുവരി അവസാന വാരത്തിൽ അവതരിപ്പിച്ച ബജറ്റ് ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി, അതിൻ്റെ മുമ്പിൽ ഈ 5 തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യമൊക്കെ ഉണ്ട്. അതിനുണ്ടാക്കിയ ചില കീഴ്വഴക്ക ലംഘനങ്ങളാണ് അതൊക്കെ. അങ്ങനെ എല്ലാവിധ നിലവിലുള്ള സംസ്കൃതികളെയും ഉന്മൂലനം ചെയ്യുന്ന രൂപത്തിലുള്ള സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. അത് ഇക്കാര്യത്തിലും ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല, മറിച്ചായാൽ മാത്രമേ നമുക്ക് അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ നിഗമനം. ഞാൻ ശ്രീ ഇ അഹമ്മദിൻ്റെ ചരമത്തിൽ അഗാധമായ ദുഃഖം, എനിക്കുള്ള വ്യക്തിപരമായ വേർപാടിൻ്റെ ദുഃഖവും അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ശ്രീ PM സുരേഷ് ബാബു, താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ കൂടി ചേരുകയാണ്. മനു, എല്ലാവിധ അഭ്യൂഹങ്ങൾക്കും വിട നൽകി കേന്ദ്ര സഹമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. ബജറ്റ് അവതരണം മാറ്റിവെക്കില്ല എന്നതിൻ്റെ സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോയാൽ.
അജിംഷാദ്, കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ന് തന്നെ ഒരു ബജറ്റ് അവതരണത്തിനുള്ള നീക്കമാണ് സർക്കാർ ഇപ്പോൾ ശക്തിയായി നടത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സ്പീക്കറുമായി നടത്തിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഇത് തന്നെയാണ് അല്പസമയങ്ങൾ മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തത്. 1 മിനിറ്റ് മൗനം ആചരിച്ച് അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം ബജറ്റ് അവതരണത്തിലേക്ക് അരുൺ ജെയ്റ്റ്ലി കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്പീക്കർ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഈ ഒരു ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ നേരത്തെ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ലോക്സഭാ സെക്രട്ടേറിയറ്റും ഇത് സംബന്ധിച്ചുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും തീർച്ചയായും ലോക്സഭാ മുൻ സെക്രട്ടറി കൂടിയായിരുന്ന ശ്രീ PDT ആചാരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആചാരി, എങ്ങനെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അംഗം പാർലമെന്റ് സമ്മേളനത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ചാൽ ഉണ്ടാവുക? അത് ഈ സഭ ഇന്നലെ ഉണ്ടായിരിക്കുന്നത്, ഇന്നലെ ഈ പ്രസിഡന്റിന്റെ രാഷ്ട്രപതിയുടെ പ്രസംഗം എന്ന് പറയുന്നത് അത് സഭയുടെ ഒരു ഭാഗമല്ല. ഒന്നാമത്തെ കാര്യം ടെക്നിക്കലി. രണ്ടാമത് അത് 1 മണിക്കൂർ സമയത്തേക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോ സഭകളാണ് പിരിയുന്നത്. ഇന്നലെ കൂടിയിരിക്കുന്നത് സഭകളുടെ ഒരു ജോയിന്റായ ഒരു സമ്മേളനമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഈ ഒരു സാങ്കേതികമായ ഒരു തടസ്സം അതിലുണ്ടാവുന്നില്ല. എന്നാൽ സഭകള് എന്ന് പറയുമ്പോൾ അത് വേറെയാണ്. അത് വേറൊരു രീതിയിലാണ് അത് കാണുന്നത്. സഭകളാണ് പിരിയുന്നത്. അപ്പൊ സഭകള് അതൊരു കീഴ്വഴക്കമാണ്. സഭകള് ഇങ്ങനെ ഈ സിറ്റിംഗ് എം പി മരിച്ചാല് പിരിയുക എന്നുള്ളത് അത് കുറെ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു കൺവെൻഷനാണ്, ഒരു കീഴ്വഴക്കമാണ്. അപ്പൊ അതിന് പ്രത്യേകമായ നിയമങ്ങളോ ഭരണഘടനയിലോ അല്ലെങ്കിൽ നിയമാവലികളിലോ ഒന്നും അതൊന്നും ഇല്ല. പക്ഷെ അത് എല്ലാവരും കൂടെ യോജിച്ച് തീരുമാനിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഇന്നിപ്പോ ബജറ്റ് പ്രസന്റേഷൻ ലോക്സഭയിൽ നടക്കുമ്പോൾ അത് നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ്. പക്ഷെ അത് ഗവൺമെന്റ് ആണ് അത് തീരുമാനിക്കുന്നത്. ഈ ഇന്ന ദിവസം ബജറ്റ് പ്രസന്റേഷൻ നടത്തണം എന്നുള്ളത് ഭരണഘടനയിൽ പറയുന്നത് ബജറ്റ് പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് പ്രസിഡന്റിനാണ് അതിന്റെ പൂർണ്ണമായ അധികാരം. പ്രസിഡന്റ് ബജറ്റ് പ്രസന്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ ഭരണഘടനയിൽ പറയുന്നത്. പക്ഷെ അത് പ്രസന്റ് ഏത് ദിവസം ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു തീരുമാനമാണ്. നേരത്തെ ഫെബ്രുവരി ഒടുവിലത്തെ ദിവസമായിരുന്നല്ലോ ബജറ്റ് പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൽ മാറി ഈ പ്രസന്റ് ചെയ്യണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. അതനുസരിച്ചാണ് ഇപ്പൊ പോകുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തില് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നത്, അതായത് ഇപ്പോ അംഗം ഒരു മെമ്പർ, സിറ്റിംഗ് മെമ്പർ മരിച്ചാൽ സഭ പിരിയുക എന്നുള്ളതിന് മുമ്പിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ട് സഭ പിരിയുന്നു. രണ്ടാമത്തേത്, ഡൽഹിയിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ ഈ അംഗങ്ങൾക്കൊക്കെ പോയി അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. ഇതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനാണ് ശ്രീ PDT ആചാരി, ഏറ്റവും പുതിയ വാർത്ത എത്തുന്നു. ബജറ്റ് അവതരിപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്ന വാർത്ത കൂടി താങ്കൾക്ക് കൈമാറുകയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്കൊപ്പം. അതായത് അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു കൺവെൻഷണൽ മാതൃകയുണ്ട്, ഒരു കീഴ്വഴക്കമുണ്ട്. പ്രത്യേകിച്ച് ഒരു അംഗം മരിച്ചാൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഒരു സമ്മേളനം നടക്കുന്ന വേദിയിൽ താങ്കൾ പറഞ്ഞതുപോലെ സാങ്കേതികമായി സമ്മേളനം അല്ലെങ്കിൽ പോലും ഒരു ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കം, സഭയല്ലെങ്കിൽ പോലും ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കം, നയപ്രഖ്യാപനം പാർലമെന്റിന്റെ ഉള്ളിൽ നടക്കുന്നു. അവിടെ വെച്ചാണ് കുഴഞ്ഞു വീഴുന്നതും മരണം സംഭവിക്കുന്നതും. അത്ര ലൈവായൊരു സംഭവമാണ്. അതിനോടുള്ള ഒരു അനുശോചനം സാധാരണഗതിയിൽ കീഴ്വഴക്കമായി ഉണ്ടാകേണ്ടതല്ലേ ശ്രീ PDT ആചാരി? തീർച്ചയായിട്ടും ഞാൻ പറയാൻ വന്നതാണ്. ഇപ്പൊ അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ഈ വെളുപ്പിന് 2:15 അതെ. അപ്പോ സഭ കൂടുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, രാവിലെ സഭ കൂടിയിട്ട് അനുശോചനം നടത്തി പിരിഞ്ഞിട്ട് 5 മണിക്ക് ഈ ബജറ്റ് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. കാരണം നേരത്തെ 5 മണിക്കാണ് ഈ ബജറ്റ് ഒക്കെ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് അതിന് മാറ്റി രാവിലെ ആക്കിയത്. അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ, കാരണം ഇതൊന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ലല്ലോ. ഈ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൺവെൻഷൻ. ഇതെവിടെയും ഈ കല്ലിലൊന്നും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി അഹമ്മദ് സാറിനെ പോലുള്ള ഒരു വളരെ പ്രഗത്ഭനായ ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യവും ഉള്ള ഒരു വ്യക്തി, അദ്ദേഹം മന്ത്രിയായിരുന്നു, അങ്ങനെ ഒരു വ്യക്തി ഒക്കെ മരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി രാവിലെ സഭ പിരിയുകയും 5 മണിക്ക് ബജറ്റ് പ്രസന്റ് ചെയ്യുകയും ചെയ്യാം.
തീർച്ചയായും ശ്രീ ആചാരി, താങ്കൾ ടെലിഫോൺ ലൈനിൽ ദയവായി നിൽക്കണം. താങ്കളെപ്പോലെ ഇത്രയേറെ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സാങ്കേതികത്വവും ഒക്കെ അറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ താങ്കൾ ദയവായി നിൽക്കണം. ഇതിൻ്റെ സമഗ്രമായ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. സന്തോഷ്, സൂചനയാണോ അതോ സ്ഥിരീകരിച്ചിട്ടുണ്ടോ ബജറ്റ് സമ്മേളനം, ബജറ്റ് അവതരണം ഇന്നുണ്ടാകുമോ? അജിംഷാദ്, ഇക്കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകൾ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജന്റെ ഓഫീസിൽ നടക്കുകയാണ്. ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ, പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ, കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി അനന്ത് കുമാർ, അറ്റോർണി ജനറൽ മുഗൾ റോത്തക്കി, കൂടാതെ സഭാ സെക്രട്ടറി ജനറൽ തുടങ്ങിയവരുമായുള്ള ചർച്ചയാണ് ഇപ്പോൾ നടത്തുന്നത്. മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് രീതികൾ ഇപ്പോൾ മുന്നിലുണ്ട് ഇക്കാര്യത്തിൽ. ഒരു കാര്യം കൂടി ഉണ്ട് സന്തോഷ്, അതായത് രാഷ്ട്രപതി ഇന്ന് 11 മണിക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ അംഗീകാരം നൽകിയതായിട്ടുള്ള സൂചന കൂടി പുറത്തെത്തുന്ന സാഹചര്യത്തിലാണ് സന്തോഷ്. തീർച്ചയായും അത് ശരിയായിരിക്കും. കാരണം ഇക്കാര്യത്തിൽ 3 മാർഗങ്ങളാണ് അവർ ആലോചിക്കുന്നത്. ഒന്ന്, രാജ്യസഭയിൽ നേരത്തെ തീരുമാനിച്ചത് പ്രകാരം ബഡ്ജറ്റ് സമർപ്പിക്കുക. കാരണം രാജ്യസഭാ അംഗമല്ലല്ലോ, ലോക്സഭാ അംഗമാണ് ഇ അഹമ്മദ്. മറ്റൊന്ന്, രാവിലെ ലോക്സഭ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് 2 മണിക്കൂറത്തേക്ക് പിരിയുക, പിന്നീട് ഉച്ചയ്ക്ക് ശേഷം സഭ ചേർന്ന് ബഡ്ജറ്റ് അവതരിക്കുക. മൂന്നാമത്തെ മാർഗം എന്ന നിലയിലാണ് ബഡ്ജറ്റ് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുക എന്നത്. ഇപ്പോൾ പുറത്തു വന്ന മാർഗം പ്രകാരമാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യപ്രകാരം സഭാ നടപടികൾ പ്രകാരം ബഡ്ജറ്റ് ഇന്ന് തന്നെ നടത്താൻ രാഷ്ട്രപതി അനുവാദം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒഫീഷ്യലായ സ്ഥിരീകരണം വേണം. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം 3 മാർഗങ്ങൾ ആലോചിക്കാനായാലും മൂന്നാമത്തെ മാർഗം മാത്രമാണ് ഒരു ദിവസത്തേക്ക് സഭാ നടപടികൾ മാറ്റിവെക്കുന്നത്. ഒരു സഭാ നടപടികൾക്കിടയിൽ ഒരു അംഗം മരിച്ചാൽ ബഡ്ജറ്റ് മാറ്റിവെക്കണം എന്ന പ്രൊസീജിയർ ഇല്ല എന്നാണ് സ്പീക്കർ പറയുന്നത്. പകരം ഇത് കീഴ്വഴക്കം മാത്രമാണ്. അത് ലഭിക്കുന്ന സൂചന പ്രകാരം ബഡ്ജറ്റ് ഇത് നടക്കാൻ തന്നെയാണ് സാധ്യത. അജിംഷാ, തീർച്ചയായും ഇപ്പോൾ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ആരൊക്കെയാണ് അനുശോചനവുമായി എത്തിയത് അതുകൂടി നമുക്ക് നോക്കാം സന്തോഷ്. അജിംഷാദ് 9 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന് പൊതുദർശനം ഇവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ആരംഭിക്കുക. ഇപ്പോൾ ലീഗ് എം പിമാരെ കൂടാതെ ഉള്ളത് കൊല്ലം എം പി MK പ്രേമചന്ദ്രൻ, മറ്റ് UDF എം പിമാരും അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ഇപ്പോൾ മറ്റു മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വസതിക്കുള്ളിൽ. ഇപ്പോൾ ബന്ധുക്കളും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് പൊതുദർശനത്തിലുള്ള സജ്ജീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഹാളിനുള്ളിലാണ് അത് പൊതുദർശനത്തിനുള്ള സജ്ജീകരണം. എല്ലാവർക്കും വന്ന് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാം. അജിംഷാ, തീർച്ചയായും അവിടെ തുടരൂ സന്തോഷ്. മനു ശങ്കരനിലേക്ക് പോകുന്നു. മനു, രാഷ്ട്രപതി അംഗീകാരം നൽകി എന്ന ഒടുവിലത്തെ സൂചന, ഒരുപക്ഷെ ബജറ്റ് അവതരണം ഇന്ന് തന്നെ ഉണ്ടായേക്കും, അനുശോചനം രേഖപ്പെടുത്തി ബജറ്റ് അവതരണം ഇന്ന് തന്നെ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പുതിയ സൂചനകളായി എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തയും സഹമന്ത്രി നിഷേധിച്ച സാഹചര്യത്തിൽ ബജറ്റ് അവതരണം ഇന്ന് തന്നെ ഉണ്ടാകുമോ? നേരത്തെ നിശ്ചയിച്ചതുപോലെ ബജറ്റ് അവതരണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചനകൾ. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ബജറ്റ് അവതരണം നാളത്തേക്ക് മാറ്റരുത് എന്നൊരു നിർദ്ദേശം നൽകിയെന്നാണ് അറിയുന്നത്. ഇന്ന് തന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കണം എന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതനുസരിച്ച് കേന്ദ്ര സർക്കാർ ഈ ഒരു നിലപാട് സ്പീക്കർ മുമ്പാകെ കടുപ്പിച്ചു. ഇത്തരമൊരു നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ എതിർക്കുമെന്ന് വ്യക്തമാക്കിയെങ്കിൽ പോലും ബജറ്റ് അവതരണവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഇത് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ബജറ്റ് നടത്തുക എന്നൊരു നിർദ്ദേശമാണ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. 1 മിനിറ്റ് അനുശോചനം രേഖപ്പെടുത്തി മൗനം ആചരിക്കും. ഇതിനുശേഷം ബജറ്റ് അവതരണത്തിലേക്ക് അരുൺ ജെയ്റ്റ്ലി കടക്കുമെന്നാണ് അറിയുന്നത്. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായുള്ള ശ്രമം സർക്കാർ നടത്തിയിരിക്കുന്നു. ഇതിന് അംഗീകാരം ലഭിച്ചു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. ബജറ്റ് അവതരണം ഇന്ന് തന്നെ ഉണ്ടാകും, നേരത്തെ നിശ്ചയിച്ചതുപോലെ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. 1 മിനിറ്റ് മാത്രം സിറ്റിംഗ് MP കൂടിയായിരുന്ന ഇ അഹമ്മദിന് അനുശോചനം രേഖപ്പെടുത്തി മൗനം ആചരിക്കും. ഇതിനുശേഷം ബജറ്റ് അവതരണത്തിലേക്ക് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് അടക്കം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്ത ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നു. സ്പീക്കർ ഇതിന് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മാത്രമേ ഇനി വരും മിനിറ്റുകളിൽ സാക്ഷ്യം വഹിക്കേണ്ടതുള്ളൂ. അജിംഷ,
തീർച്ചയായും ഈ ഘട്ടത്തിൽ PM സുരേഷ്